കുടുംബത്തിലെ 3 കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിട്ട് ഭർത്താവിൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് വിട്ടിട്ട് തൻ്റെ വീട്ടിൽ നിന്നിട്ട് റാഹത്ത് തേടുന്ന ഒരു കാഴ്ച. അതും തൻ്റെ വീട്ടിൽ നിന്ന് പല പല വീടുകളിൽ കയറി ഇറങ്ങി റാഹത്ത് തേടുന്ന ഒരു കാഴ്ച. വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ മലപ്പുറത്ത് സുഹ്റാബീനെ പറ്റി, രാജകുമാരി. അപ്പോൾ അവർ ഒരു യൂട്യൂബറാണ്. യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് അവരുടെ ചാനൽ തുടക്കം തൊട്ടേ ഫേമസ് ആയി. ഏറ്റവും കുറഞ്ഞ വരുമാനത്തിൽ ചുറ്റുപാടിലും ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, ഭർത്താവിൻ്റെ നിഴലായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവുന്നു, കാറ് വാങ്ങുന്നു, വീട് പോളിഷ് ചെയ്യുന്നു, സ്വന്തക്കാരെ സഹായിക്കുന്നു, അങ്ങനെയുള്ള ലെവലിലൊക്കെ ഇങ്ങനെ ഉയർന്നു വരികയാണ്. അപ്പോൾ അവരുടെ പ്രൈവറ്റായിട്ടുള്ള ജീവിതം അവർ വ്ളോഗിങ് ആക്കാൻ തുടങ്ങി. അതായത് അവരുടെ വീട്ടിലുണ്ടാവുന്ന കല്യാണം, ഇന്ന് വേവിച്ചത്, ഇന്നലെ മുരിങ്ങ താളിച്ചത്, മിഞ്ഞാന്ന് വേറെ കൂട്ടാൻ വെച്ചത്, അത് ഇന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല, കുട്ടികൾ ഇന്നതേ കൂട്ടു, അങ്ങനെ വീട്ടിലെ എല്ലാ പൂച്ചയുടെ സ്വഭാവം വരെ എല്ലാവർക്കും അറിയത്തക്ക വിധത്തിലുള്ള അവരുടെ വ്ളോഗിങ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ ചില വീഡിയോകളിൽ അവർ ക്യാപ്ഷൻ ഇടാൻ തുടങ്ങി. ഭർത്താവിനെ ഒരു കോമാളിയായിട്ട് ചിത്രീകരിച്ചിട്ട് ഒരു ഹെഡിങ് ഇതാണ്: വിരുന്ന് കഴിഞ്ഞ് വന്നപ്പോൾ വാഷിംഗ് മെഷീൻ മൂപ്പരെ എറിഞ്ഞുടച്ചു. അതിൽ മൂപ്പരുടെ ചിത്രവും ഇവരിങ്ങനെ വാഷിംഗ് മെഷീനിലേക്ക് നോക്കുന്ന ചിത്രവും, ഇങ്ങനെ ക്യാപ്ഷനുകൾ കൂടി വന്നു. ജീവിതത്തിൽ ഇത് തൻ്റെ വ്ളോഗിങ്ങിൻ്റെ വിജയത്തിനായിട്ട് തൻ്റെ ഭർത്താവിനെ ഉപയോഗിക്കുന്നതിലോ അല്ലെങ്കിൽ അതിന് കുറേ കാഴ്ചക്കാരെ കൂട്ടുന്നതിലോ ഒന്നും തെറ്റില്ല എന്നുള്ളതാണ്. അതുവരെ അവർ ചെയ്തതൊക്കെ നല്ല രീതിയിലുള്ള കാര്യമായിരുന്നു. പെട്ടെന്ന് അവരുടെ വീട്ടിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അവരെ തമ്പനയിലിടുന്നു: ഞാൻ ഇതേ എൻ്റെ വീട്ടിലേക്ക് പോവാണ്, ചില പ്രശ്നങ്ങളുണ്ടായി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി നിൽക്കുകയാണ്, എനിക്ക് നെഞ്ചുവേദന വന്നു. സ്വാഭാവികമായിട്ടും നമ്മളുടെ വീട്ടിലൊക്കെ നെഞ്ചുവേദന വന്നാൽ നമ്മൾ നമ്മുടെ ഭർത്താവിനോടോ കുഞ്ഞുങ്ങളോടോ എനിക്കിതേ നെഞ്ചുവേദനയുണ്ട്, എന്നെ ഉടനെ ആസ്പത്രിയിൽ എത്തിക്കാൻ പറയുകയാണ്. ഉടനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്നാൽ പിന്നെ ചാടി കയറി എൻ്റെ വീട് വരെ എത്തട്ടെ, എന്നിട്ട് അവിടുന്ന് നെഞ്ചുവേദനയ്ക്ക് ചികിത്സിക്കാമെന്ന് പറയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് പലരും അവരോട് കുത്തി ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെയും ഭർത്താവിനെയും അവിടെ നിർത്തിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുന്നു. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാൻ എൻ്റെ ഭർത്താവും കുട്ടികളും അവിടെ ഇട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണെന്നുള്ളത് പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞു. സ്വന്തം വീട്ടിൽ ഭർത്താവുമായിട്ട് നമ്മൾ തല്ലും, അടിപിടി കൂടും, പിണങ്ങും, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നോഹയുടെ പേടകം പോലെ പല രീതിയിലുള്ള സ്വഭാവമുള്ള മക്കളും ഭർത്താവും ഒക്കെ അടങ്ങിയ, നമ്മളടക്കം നമ്മുടെ വൈരുദ്ധ്യമായിട്ടുള്ള സ്വഭാവങ്ങൾ ഒക്കെ അടങ്ങിയ ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ നമ്മളോ ഭർത്താവോ ഒന്ന് തുമ്മിയാലോ ഒന്ന് അടിച്ചാലോ ഒന്ന് വഴക്കൂടിയാലോ ഉടനെ പിറ്റേ ദിവസം ഞാൻ യൂട്യൂബിൽ വന്ന് പറയാണ്: ഇന്നലെ രാത്രി എൻ്റെ ഭർത്താവ് എന്നെ അടിച്ചു, അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എത്ര വലിയ സബ്സ്ക്രൈബേഴ്സിനോട് സ്നേഹമുള്ള ഒരു യൂട്യൂബർ ആയാലും സ്വന്തം വീട് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യത. ആ സ്വകാര്യത ലംഘിച്ച് ഏതെങ്കിലും ഒന്നോ രണ്ടോ യൂട്യൂബറെ നിങ്ങൾക്ക് കാണുമായിരിക്കും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ട് തലയറിഞ്ഞ് വീണവർ. അല്ലാത്തവരൊക്കെ സ്വന്തം സ്വകാര്യമായിട്ടുള്ള കുടുംബജീവിതം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവരാണ് അല്ലേ. അതൊരു ഡെലിക്കസിയാണ്. ഈ യൂട്യൂബ് എന്നുള്ള പബ്ലിക് മീഡിയയിൽ ഇവർ ഭർത്താവിനുമായിട്ട് പിണങ്ങി 3 കുഞ്ഞുങ്ങളെ അവിടെ നിർത്തിയിട്ട് പോന്നിരിക്കുകയാണ് എന്നുള്ളത് ഇനി അറിയാനായിട്ട് ബാക്കി ആരുമില്ല എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അവരുടെ തന്നെ അയൽവക്കക്കാർ കമൻ്റായിട്ട് ഇഷ്ടം പോലെ ഇടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് അവരുടെ ഭർത്താവ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ട് മറച്ചും തിരിച്ചും സ്വന്തം കുടുംബജീവിതം കഥയാക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിനെ വിമർശിക്കുന്നവരോട് പെരുമാറുന്ന ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ലെവലിൽ നിന്നും താഴ്ന്നിട്ടാണ്. മൂപ്പര് പോരാ, അല്ലെങ്കിൽ മൂപ്പര് പെരുമാറ്റം ശരിയല്ല, എനിക്ക് മൂപ്പരായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ക്യാപ്ഷൻ ഇട്ടിട്ടൊന്നുമല്ല ഒരു വ്ളോഗിങ്ങും ആരും ചെയ്യാറ്. അപൂർവമായിട്ട് 1-2 ഫാമിലി ഒഴിച്ചാൽ സ്വന്തം വീടിൻ്റെ സ്വകാര്യത മാനിക്കുന്നവരാണ് എല്ലാവരും. നമ്മൾ ഈ വേഷവിധാനത്തിലും ഞാൻ വളരെ ഭക്തയാണ് എന്നുള്ള രീതിയിൽ മുഖം മറയ്ക്കുന്നതിലും ഒന്നും അല്ല കാര്യം. കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇത്രയും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഈ ലോകത്തില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ വേഷവിധാനവും ശബ്ദവും നല്ല രീതിയിലുള്ള സംസാരവും. എൻ്റെ ഉണ്ണിയാളെ എന്നൊക്കെ അങ്ങോട്ട് വിളിക്കണ കേട്ട എല്ലാവർക്കും റാഹത്തഞ്ഞല്ലേ? അതെ, എല്ലാവർക്കും റാഹത്തഞ്ഞല്ലേ എന്ന് അന്വേഷിക്കുന്ന ആ നല്ല കുടുംബിനി സ്വന്തം കുടുംബത്തിലെ 3 കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിട്ട് ഭർത്താവിൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് വിട്ടിട്ട് തൻ്റെ വീട്ടിൽ നിന്നിട്ട് റാഹത്ത് തേടുന്ന ഒരു കാഴ്ച. അതും തൻ്റെ വീട്ടിൽ നിന്ന് പല പല വീടുകളിൽ കയറി ഇറങ്ങി റാഹത്ത് തേടുന്ന ഒരു കാഴ്ച. വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. എന്തായാലും ഇവർ വളരെ മോശമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഈ പെണ്ണ് അവൾ എന്നെ ഇങ്ങനെ ചെയ്തു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. സ്വന്തം കുടുംബ ജീവിതം ആക്കി തല്ലിയിട്ട് നീ അങ്ങനെ പറഞ്ഞില്ലേ, നീ എന്തിനാ എൻ്റെ ജീവിതം കണ്ടൻ്റാക്കുന്നത്? മഹാരാജ്യത്ത് നമ്മൾക്ക് ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മറ്റുള്ളവരെ
അവരുടെ സ്വകാര്യ ജീവിതം പബ്ലിക്കായിട്ട് കൊണ്ടുവരുമ്പോൾ അതിനെ റിവ്യൂ ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ പറയുന്നുണ്ട് അതിൽ അവൾ മതം ജാതി എന്നൊക്കെ പറയുന്നുണ്ടെന്ന്. നിങ്ങളെന്താ എന്നെപ്പറ്റി വിചാരിച്ചത്? ഞാൻ ഒരു 14 വർഷം സൗദി അറേബ്യയിൽ നിങ്ങളിപ്പോൾ കെട്ടിക്കണ ഈ വേഷവിധാനങ്ങളോടുകൂടി സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിരുന്നൊരു സ്ത്രീയാണ്. മനസ്സിലായോ? സൗദി അറേബ്യയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ക്രിട്ടിക്കായിട്ടുള്ള പ്രസവം, പ്രശ്നങ്ങൾ, നമ്മുടെ ഓരോ ജീവിതത്തിലും കടവും സാമ്പത്തികവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ താങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ ഈ മുഖം മറച്ചിട്ടുള്ള നല്ല നല്ല ഫ്രണ്ട്സാണ്. അവരുടെ പോലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാലഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്നവർ ഈ ലോകത്ത് വേറെ ആരുമില്ല എന്ന് പറയാം. അപ്പം നിങ്ങൾ ഇത് എന്നെ അങ്ങനെയൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തരുത്. കാരണം ഇങ്ങനെ മുഖം മറച്ച് നല്ല രീതിയിൽ പർദ്ദയൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഒരുപാട് സുഹൃത്തുക്കൾ സൗദി അറേബ്യയിൽ നല്ല ഫാമിലി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ നോമ്പ് നോറ്റിട്ടും നോമ്പ് തുറന്നും പെരുന്നാളിന് ബിരിയാണി കഴിച്ചും ഒക്കെ ഒറ്റ വീട് പോലെ ജീവിച്ചവരാണ്. എന്തായാലും ചില കാര്യങ്ങളിൽ എനിക്ക് ഈ രാജകുമാരിയുടെ അത്ര തൻ്റെ ഇടമൊന്നുമില്ല കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള 2 പിഞ്ചു പെൺകുഞ്ഞുങ്ങളെ നമ്മൾ ഉപേക്ഷിച്ച് പോന്നിട്ട് സ്വന്തം വീട്ടിൽ റാഹത്ത് തേടാനുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരു അമ്മയേ അല്ല ഞാൻ. 18 വയസ്സിന് താഴെയുള്ള 2 പെൺകുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഈവൻ അവരുടെ അച്ഛൻ്റെ കൂടെയാണെങ്കിൽ പോലും ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അവരെ സുരക്ഷിതമല്ലാതായാലോ എന്ന് ചിന്തിക്കാതെ സ്വന്തം വീട്ടിൽ അഭയം പ്രാപിച്ച് റാഹത്ത് നേടാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും എനിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് സ്വന്തം ഭർത്താവിന് എന്ത് പോരായ്മകളുണ്ടെങ്കിലും എന്ത് വിരൂപതയുണ്ടെങ്കിലും എന്ത് സൗന്ദര്യമില്ലായ്മ ഉണ്ടെങ്കിലും മൂപ്പര് പോരാ, മൂപ്പർക്ക് പെരുമാററിയില്ല, മൂപ്പർക്ക് ഇത്തിരി ഭംഗി കുറവാണ് എന്ന് പറഞ്ഞ് പബ്ലിക് മീഡിയയിൽ ചാനലിൻ്റെ വളർച്ചയ്ക്കായാൽ പോലും ഒന്നും അത്രമാത്രം അധപതിക്കാനുള്ളൊരു കഴിവ് എനിക്കില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ അതിൽ പറയുന്നുണ്ട്, ഇന്നലെ ഇന്നും നിങ്ങളുടെ വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് പുതിയ മാണിക്യക്കല്ലുകൾ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ ഈ റിവ്യൂ ചെയ്യുന്ന ആളുകളെ കൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരമാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുക. ഒരു 60,000 പേര് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിലൊരു 5,000 പേരെങ്കിലും നിങ്ങളുടെ പുതിയ സബ്സ്ക്രൈബേഴ്സായി മാറും. അപ്പോൾ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നതിനെ പാടെ തള്ളിക്കളയുന്നതും മോശമല്ലേ? നല്ല ഉപകാരം ചെയ്തവരെ ഉപകാരസ്മരണയോടുകൂടിയെങ്കിലും സ്മരിക്കുക എന്നുള്ളതാണ്. കൂടുമ്പോൾ ഇമ്പുണ്ടാവണ കുടുംബത്തിൽ നമ്മൾ അത്രമാത്രം ഇമ്പൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും വിവാഹം എന്നുള്ളൊരു വ്യവസ്ഥിതിയിൽ നമ്മൾ എവിടെ വെച്ചിട്ടായാലും ഒപ്പിടുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥയിലാണല്ലോ നമ്മൾ ഉൾക്കൊള്ളുന്നത്. അതല്ലെങ്കിൽ ഡൈവോഴ്സ് വാങ്ങിക്കുക. അല്ലാതെ ഈ പാവം കുഞ്ഞുങ്ങളെ അതിന് ബലിയാടാക്കിയിട്ട് ഏറ്റവും ചെറിയ കുഞ്ഞ് അവരെ കാണാതെ വിഷമിക്കുക, ഏറ്റവും മൂത്ത കുഞ്ഞ് വലിയൊരു പെൺകുട്ടി, അതിൻ്റെ ഇടയിൽ ഒരു ആൺകുട്ടി. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതം ഒരിക്കലും ഒരു പ്രശ്നമല്ലാതെ റാഹത്ത് തേടി നടക്കാനുള്ള അമ്മയുടെ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇനി വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിർത്താം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.